തന്റെ പാട്ട് ഇന്നലെ വളരെ മോശമായി. അന്ന് ആ ഫൈൻ ആർട്സ് ഹോളിൽ പാടിയതുപോലെ ഇതുവരെ ഒരിടത്ത് കേട്ടിട്ടില്ല. സ്റ്റേജിന് മുന്നിൽ വന്നിരുന്ന ഗോഷ്ടി കാണിച്ചാൽ പിന്നെ ഇങ്ങനെ പാട്ട് നന്നാവുന്നത്? ആ, നമുക്ക് അവിടെ പോയി ഒരു ഐസ്ക്രീം കഴിക്കാം. അയ്യോ, തണുത്തൊന്നും എനിക്ക് വേണ്ട. ഓ, പാട്ടുകാരിയല്ലേ, തണുത്തത് കഴിച്ചാ തൊണ്ട പോവുമായിരിക്കും. ആ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എനിക്ക് കുവൈറ്റിൽ ഒരു ജോലി ശരിയായിട്ടുണ്ട്. ഒരു വലിയ കമ്പനിയിലെ ബിസിനസ് എക്സിക്യൂട്ടീവ്. 4 മാസം കഴിഞ്ഞ് ജോയിൻ ചെയ്താൽ മതി. അതുവരെ ഈ ബാങ്കിലെ ജോലി തുടരാമെന്ന് വിചാരിച്ചു. എന്തിനാ സതീഷ് ഇത്രയും ദൂരെയൊക്കെ പോകുന്നത്? ഇപ്പോഴുള്ള മാനേജർ ഉദ്യോഗം പോരെ? അതിനെന്തോ ഒരു കുറവ്? എടി പെണ്ണേ, എനിക്ക് ഈ കുവൈറ്റിൽ കിട്ടിയിരിക്കുന്ന ജോലി ഉണ്ടല്ലോ, അത് കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. ആ, നീ വിഷമിക്കാതെ. അവിടെ പോയാൽ എന്നെ കാണാൻ പറ്റില്ലെന്നായിരിക്കും. ജോയിൻ ചെയ്ത് 6 മാസം കഴിഞ്ഞ് ഞാനിങ്ങ് വരത്തില്ലേ? എന്നിട്ട് നിന്നെയും കൂട്ടി ഒരു പോക്കുണ്ട് കുവൈറ്റിലേക്ക്. മിസ് ശ്രീദേവി ആയിട്ടല്ല, മിസ്സസ് സതീഷ് ആയിട്ട്. ഹണിമൂണൊക്കെ അവിടെ. എന്റെ വാച്ച് എവിടെ? ശാന്തമ്മേ, ഇതെവിടെ കൊണ്ട് വെച്ചു? എന്തിനാ വിളിച്ചു പോകുന്നത്? എന്റെ വാച്ച് കണ്ടോ? വാച്ച് നിങ്ങൾ അവിടെയല്ലേ വെക്കാറുള്ളത്? കണ്ണു തുറന്ന് നോക്ക്. എന്റെ പേഴ്സും കാണുന്നില്ലല്ലോ. അയ്യോ, എന്റെ വാച്ചും കാണുന്നില്ല, ഹാൻഡ് ബാഗും ഇല്ല. ഇന്നലെ ശമ്പളം വാങ്ങിച്ച മുഴുവൻ രൂപയും അതിലുണ്ടായിരുന്നു. എന്റെ ബാഗിലും ഉണ്ടായിരുന്ന രൂപ. ഇത് ആരെടുക്കാൻ? അയ്യോ, നീ ഇത് കണ്ടോ? ഇത് കള്ളം കയറിയതാണല്ലോ. നീ ആ സ്വർണ്ണപ്പട്ടങ്ങളൊക്കെ ഉണ്ടോ നോക്കി? അതൊക്കെ എവിടെയുണ്ട്? ചേടാ, നാണക്കേടായല്ലോ. ജയിൽ സൂപ്രണ്ടിന്റെ വീട്ടിൽ കള്ളം കയറിയ നാളെ പത്രക്കാരെഴുതുമല്ലോ. നിങ്ങൾക്ക് പത്രക്കാരറിയുന്നല്ല വിഷമം. പോയ സാധനങ്ങൾ കിട്ടാൻ എന്തെങ്കിലും വഴി നോക്ക്. പോയതങ്ങ് പോട്ടെ ശാന്തമ്മേ, നാട്ടുകാരറിഞ്ഞ എനിക്കാ കുറച്ചില്. അല്ല, കക്കാൻ വന്നവൻ വീട്ടിന്റെ മുമ്പിൽ എഴുതി വെച്ചിരുന്ന ജയിൽ സൂപ്രണ്ടെന്ന നെയിം ബോർഡ് കണ്ടു കാണില്ല. കണ്ടെങ്കിൽ അവൻ കയറില്ലായിരുന്നു. പിന്നെ കക്കാൻ വരുന്നവൻ നെയിം ബോർഡ് നോക്കിയിട്ടല്ലേ വരുന്നത്. നാണക്കേടും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞേ. ശരി. ഹലോ. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഗുഡ് മോർണിംഗ് സർ. ഇന്നലെ രാത്രി വാച്ചും രൂപയും മാത്രമേ മോഷണം പോയിട്ടുള്ളൂ. ആ, ഇന്ന് വെളുപ്പിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരുത്തനെ പിടികിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ അവനായിരിക്കും. നമ്മുടെ സ്ഥിരം ലിസ്റ്റിൽ പെട്ടതാ. വാച്ച് പരം. വാച്ചും രൂപയും മോഷ്ടിക്കുന്നത് അവന്റെ പ്രധാന ഹോബി. ആ, ശരി സർ. ഏതായാലും ഞാൻ അവനെ ഒന്നുകൂടെ ചോദ്യം ചെയ്ത് നോക്കാം. യെസ് സർ. ഓക്കെ. എഴുന്നേക്കടാ. അമ്മച്ചിയാണോ? ഞാൻ എടുത്തിട്ടില്ല സാർ. നീ എടുത്തിട്ടില്ല അല്ലേ? ജോർജ് സാർ. ഇവിടെ നീങ്ങിക്കടാ. നീയാണോടാ ജയിൽ സൂപ്രണ്ടിന്റെ വീട്ടിൽ കയറി വാച്ചിന്റെ രൂപയും മോഷ്ടിച്ചത്? ഇല്ല സാർ, സാറാണ് സത്യം. ഇല്ല സാർ, എനിക്കെന്തിനാ സാർ വാച്ച്? എനിക്കെന്തിനാ സാർ രൂപ? ഞാൻ വെറും ഒരു പാമരനാം പാന്തൻ. ഇവനെ ശരിക്ക് ചോദ്യം ചെയ്തില്ലേ? ഇവനെ ഞങ്ങൾ ശരിക്ക് പെരുമാറിയത് സാർ. എന്നിട്ട് ഇവൻ എടുത്തിട്ടില്ലെന്നാ പറയുന്നത്. അയ്യോ, നീ സത്യം പറയില്ലടാ. അയ്യോ, അങ്ങനെ ഒരു പിടിഭാഷ എനിക്കില്ല സാർ. ഏത് സത്യവും ഞാൻ പറഞ്ഞു വരുമ്പോ കളവായി പോകും. ഈ ലോകം തന്നെ സത്യമല്ല, മിഥ്യയാണ് സാർ. പാലിക്കാനായി ഭുവനമഹിലം പുതലേ ചാതനായി. നിന്നെ എത്ര വലിയാണ് നീ സത്യം പറയില്ലെന്ന് എനിക്കറിയാം. പറയിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. ആ സ്റ്റൂൾ ഇങ്ങനെ എടുത്തു വയ്ക്കുക. ഇതെന്തിനാ സാർ? എനിക്ക് വേണ്ട സാറിന്റെ മുമ്പിൽ ഞാൻ എന്നോളാം. കിട്ടിയോ ജോർജ്? കിട്ടി. ആ, നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ 30 രൂപയുടെ ചെലവേ എനിക്കുള്ളൂ. അയ്യോ, റമ്മോ? കുടിക്ക. വേണ്ട സാർ, ഇനിയും എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കൊള്ളൂ. ഈ റം എനിക്ക് തരരുത്. ഇവൻ അകത്താക്കിയ സത്യം പറഞ്ഞ് ഞാനും അകത്തായി പോവും. കുടിക്കടാ.
തൊടാൻ കുറച്ച് അച്ചാറ് കിട്ടുമോ? നിന്റെ അച്ചാർ ബാക്കിയോട് കുടിക്കാം. എടാ, നീയാണോ സൂപ്രണ്ടിന്റെ വീട്ടിൽ കയറി മോഷ്ടിച്ചത്? സൂപ്രണ്ടിന്റെ വീട്ടിൽ കയറി മോഷ്ടിച്ചതെന്ന്? പിന്നെ അല്ലാതെ ജയിൽ സൂപ്രണ്ട് എന്ന ബോർഡ് കണ്ടപ്പോ എനിക്ക് തോന്നിയൊന്ന് അതേടാ, കാരണം കേറി പഠിക്കാൻ പറ്റിയ സ്ഥലം എങ്ങനെയാ നീ വീട്ടിൽ കയറിയത്? പറയാം. ആദ്യം ഞാൻ ടെറസിൽ കയറി, അവിടെ നിന്ന് കയറ് കെട്ടി സൂപ്രണ്ട് സാറിന്റെ മുറി ഇറങ്ങി. എന്നിട്ട് മേശ തുറന്ന് വാച്ചെടുത്തു, പിന്നെ പേഴ്സ് എടുത്തു. അകത്തെ മുറിയിൽ ചെന്ന് കൊച്ചമ്മയുടെ വാച്ചെടുത്തു, കൊച്ചമ്മയുടെ പേഴ്സ് എടുത്തു. വേറെ ഒന്നും എടുത്തില്ല. വാച്ചും പേഴ്സും അല്ലാതെ ഈ വാച്ച് വരുമ്പോ വേറെ ഒന്നും എടുക്കത്തില്ല. വാച്ച് എനിക്കൊരു ക്രൈസാ, പേഴ്സ് എനിക്കൊരു ഹോബി. നിന്റെ ഒരു ക്രേസും ഹോബി. ഒന്ന് ചുമ്മാ എഴുതി സാറേ. പിന്നെ സാറേ, ഈ സൂപ്രണ്ട് സാർ ഇങ്ങനെ ബോധമില്ലാതെ കിടന്നുറങ്ങിയ വല്ല പെരുങ്കള്ളന്മാരും വന്ന് വിലപിടിപ്പുള്ള സ്വർണമോ മറ്റോ എടുത്തോണ്ട് പോയി എന്ത് ചെയ്യും? പോകന്നെ. പിന്നെ അവരെ മഷിയിട്ട് നോക്കിയാ കാണൂല. നീ അവിടെ നിർത്ത സാധനങ്ങളൊക്കെ എവിടെയാടാ? സാധനമൊന്നും ഞാൻ എടുത്തിട്ടില്ല. നിന്നോടാ ചോദിച്ചത്. അത് പറയണമെങ്കിൽ ഊതാതെ അക്കാര്യം പറയണമെങ്കിൽ എനിക്കൊരു ഹാഫും കൂടെ മേടിക്കുക. ബോഡി വളരെ വീക്കാണ്. ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ ഞാൻ സൂപ്രനോട് പറയാം. വരും, ജനറൽ ഹോസ്പിറ്റലിലേക്ക് പോവാം. എടി, ജയിലിൽ വരുന്നെങ്കിൽ ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് വരണം. നല്ല ഭക്ഷണം, പുറത്ത് ആസ്പത്രി പോയുള്ള ചികിത്സ. എടി മതി, നിർത്ത്. എടി, നമ്മൾ ഓരോ ഗർഭം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരുന്നെങ്കിൽ നമുക്കും പുറത്തു പോയി ചുറ്റിക്കറങ്ങാമായിരുന്നു. അത് നേരത്തെ ആലോചിക്കണമായിരുന്നു. ഞാൻ പോയിട്ട് വരട്ടെ രജനി. ഈ ക്യാപ്സൂൾസും ടോണിക്കും കഴിക്കണം. ഒരാഴ്ച മുടങ്ങാതെ ഇഞ്ചക്ഷനും എടുക്കണം. എന്നും ഇഞ്ചക്ഷൻ എടുക്കാൻ ഇന്ദുവിന്റെ കൂടെ രവിക്ക് വരാൻ പറ്റുമോ? ഹിന്ദു കല്യാണിയമ്മയും കൂട്ടി വന്നോളൂ. ഭാര്യമാര് ഗർഭിണിയായ ഭർത്താക്കന്മാർക്ക് ജോലിയായി. ഫസ്റ്റ് ഡെലിവറിക്കേ ഉള്ളൂ ഭർത്താക്കന്മാർക്ക് ടെൻഷൻ. അത് കഴിഞ്ഞാ പിന്നെ റൊട്ടീൻ ആയിക്കൊള്ളും. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആരാണ് ഇവിടെ അവിടെ കിടക്കുന്നത്? നീ എപ്പോഴും പറയാറില്ലേ ആ പാട്ടുകാർ ശ്രീദേവി ജയിലിൽ നിന്ന് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊണ്ടുവന്നായിരിക്കും. ഭാര്യ വിട്ടാ നമുക്കൊന്ന് പോയി കണ്ടിട്ട് എന്തിനാ വരാം. ഇന്ദു വെറുതെ ആവശ്യമില്ലാതെ? ഒരു മിനിറ്റ്, ഇപ്പൊ വരാന്നേ. നീ പോയിട്ടോ, ഞാൻ ഇവിടെ ഇല്ല. ചെൽ. ആരാ? ഞാൻ ഈ കുട്ടിയൊന്ന് കാണാൻ വന്നത്. ശ്രീദേവി, ദേവിനെ ആരെ കാണാൻ വന്നിരിക്കുന്നു? ആരാ? എന്റെ പേര് ഇന്ദു. ഞാൻ ഡോക്ടർ ശാന്തേടുത്തി ഒന്ന് കാണാൻ വന്നതാ. ശ്രീദേവി എന്നല്ലേ പേര്? അതെ. എങ്ങനെ അറിയാം? എനിക്കറിയാം. എന്താ അസുഖം? നമുക്ക് രണ്ടുപേർക്കും ഒരേ അസുഖമാണല്ലോ. ഇതെത്രയും മാസം? 7. എനിക്ക് 5-ാം മാസമാണ്. ഞാൻ പോട്ടെ ശ്രീദേവി. രവിയേട്ടനല്ലേ ശ്രീദേവിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തത്? ശാപം കിട്ടുമെന്ന് എനിക്ക് പേടി. പെണ്ണ് മനസ്സുകൊണ്ട് ശപിച്ച എന്താ ഉണ്ടാവുന്നറിയോ?
വീട്ടിലുള്ളവർക്ക് അതിന്റെ ദോഷം. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാനിതൊന്ന് വായിച്ചു തീർത്തോടെ. രാത്രി കുറച്ചു നേരം എന്തെങ്കിലും വിശേഷം പറയാൻ രവേട്ടിന് കിട്ടും. അപ്പൊ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കും. എന്തോ മായത്തിന് ഇങ്ങോട്ടാ. ഞാൻ പറഞ്ഞതല്ലോ രവേട്ടൻ ശ്രദ്ധിച്ചോ? എന്ത് ശ്രദ്ധിക്കാൻ? നിനക്ക് ആപ്പടെ ഒരു സബ്ജക്റ്റിലേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ വെച്ച് ആ പെണ്ണെ കാണിച്ചു തരാൻ പോയത് അബദ്ധമായി. ആ കുട്ടിയെ കണ്ടാലറിയാം നിരപരാധിയാണെന്ന്. നാളെ ഞാൻ ആശുപത്രി പോകുമ്പോ ആ കുട്ടിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. ചേടാ, ഞാൻ കേസ് വാദിച്ച് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന പെണ്ണുങ്ങളെല്ലാം എന്റെ ഭാര്യ പോയി കാണുക, കുശലം പറയുക, അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക. നല്ല ഏർപ്പാടാണല്ലോ. നിനക്ക് ആ പെണ്ണിന്റെ ഗാർഡിയൻഷിപ്പ് ഏറ്റെടുക്കാനുള്ള വല്ല പരിപാടിയുണ്ടോ? നീ ഇങ്ങനൊരു പഞ്ചഭാവമായി പോയല്ലോ. ദേ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ടെൻഷൻ ഉണ്ടാക്കിയല്ലേ അതിന്റെ ക്ഷീണം ഉണ്ടാവുന്ന നമ്മുടെ മണിക്കുട്ടനാ. എന്തോ ഞാൻ ഇറങ്ങുന്നു. ഇന്ന് രവേട്ടൻ എല്ലാം മറന്നു. ഗുരുവായൂരപ്പനെ തൊഴുന്ന കാര്യം മറന്നില്ലേ? ആ, കോടതിയിൽ പോകാനുള്ള തിരക്കൊണ്ടാണ് ഗുരുവായൂരപ്പനെ മറന്നതെന്ന് മൂപ്പർക്ക് മനസ്സിലാവും. പക്ഷെ എന്റെ എന്തുകുട്ടിക്ക് മാത്രം മനസ്സിലാവും. ആ, മനസ്സിലാവില്ല. ഇതൊക്കെ പറഞ്ഞു ജയിക്കേണ്ട കാര്യങ്ങളല്ല. സോറി സോറി. ഇന്ന് നേരത്തെ വരില്ല രവേട്ട? എന്താ വിശേഷം വല്ലതും ഉണ്ടോ? വിശേഷം വല്ലതുണ്ടെങ്കിൽ മാത്രമേ നേരത്തെ വരുള്ളൂന്നുണ്ടോ? അല്ല, മുത്തശ്ശിയുടെ പിറന്നാളാണെന്നും മുത്തശ്ശന്റെ ശ്രാദ്ധമാണെന്നും ഒക്കെ ഇടയ്ക്ക് എന്തുകുട്ടി പറയാറില്ലേ? അതുപോലെ വല്ലതുമാണെന്ന് അറിയാൻ ചോദിച്ചത്. അതൊന്നുമല്ല. വൈകിട്ട് നമുക്കൊന്നിച്ച് അമ്പലത്തിലൊന്ന് പോണം. എന്താ പ്രത്യേകിച്ച്? അതൊക്കെ വൈകുന്നേരം വന്നിട്ട് പറയാം. ഓ, സസ്പെൻസ് ആണല്ലേ. വയലെല്ലാം എടുത്താടോ. പോയി തുപ്പിട്ട് പാടും. ആ, എന്തു ഞാൻ പോയിട്ട് കാറയക്കാം. കല്യാണിയമ്മയും കൂട്ടി ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കാം. അതെ. കല്യാണിമേ, ശാന്തടുത്തി മുറിയിലുണ്ടോ നോക്കിയേ. ഞാനിപ്പോ വരാം. ശ്രീദേവിക്ക് വേണ്ടി കുറച്ച് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൊടുത്തോട്ടെ? പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊന്നും കൊടുക്കാൻ പാടില്ലെന്ന് നിയമം. ശരി, കൊടുത്തോളൂ. എന്തിനാ ഇതെല്ലാം? ആപ്പിൾ കഴിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നോട് ഇത്രയും സ്നേഹം കാണിക്കാൻ നിങ്ങളുടെ സഹോദരിയാണെന്ന് കരുതിയാൽ മതി. ഞാനിവിടെ സാധാരണ കിടക്കുന്ന ഒരു രോഗിയെ പോലെയല്ല. 7 വർഷം ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരിയാണ്. എല്ലാം എനിക്കറിയാം. ആഹാ, ഇന്ദു ഇവിടെ വന്ന് നിൽക്കുകയാണോ? ഇഞ്ചക്ഷൻ എടുക്കണ്ടേ?